സ്വാഗതം ടോപ് 10ലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചന കൂടുതൽ ബലപ്പെടുകയാണ്. വിജയ് മല്യ അന്ന് ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ ആ രേഖകൾ എന്തിന് ദേവസ്വം ബോർഡ് മറച്ചുവെച്ചു? അന്വേഷണ സംഘം പലതവണ ചോദിച്ചു, കൊടുത്തില്ല. ഒടുവിൽ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി പരിശോധിച്ച് കണ്ടെടുത്തു. എന്തുകൊണ്ട് രേഖകൾ ഇല്ലെന്ന് പറഞ്ഞു? ആരെ സംരക്ഷിക്കാനാണ് കള്ളം പറഞ്ഞത്? ചോദ്യങ്ങളും സംശയങ്ങളും ഭക്തർക്ക് നിരവധിയുണ്ട്. അത് തീരുക തന്നെ വേണം. ഇന്നത്തെ വാർത്തകൾ വിശദമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. ക്ഷേമം വൈകിയതിൽ ക്ഷമിക്കണം. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം നവംബർ മുതൽ 1 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത് 3600 രൂപ. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമെന്ന് കോൺഗ്രസും BJPയും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപകൽ സമരം നാളെ അവസാനിപ്പിക്കും. ജില്ലാ തലങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കും. സർക്കാർ ജീവനക്കാർക്ക് വർദ്ധിപ്പിച്ച 4% ക്ഷാമബദ്ധയും ചേർത്ത ശമ്പളം നാളെ മുതൽ. പട്ടിണിയിൽപ്പെട്ടവരാരുമില്ല. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നാളെ. തട്ടിപ്പെന്ന പ്രതിപക്ഷം. സർക്കാർ കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുന്നുവെന്ന് VD സതീശൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നല്ല, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന് മന്ത്രി MB രാജേഷ്. AK ആന്റണിയുടെ പദ്ധതി എന്ന പ്രതിപക്ഷവാദം തെറ്റെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഒപ്പിട്ടുപെട്ടു. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുന്ന മന്ത്രിസഭാ തീരുമാനം ഉടൻ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. മരവിപ്പിക്കൽ കത്തിന്റെ കരട് തയ്യാറായി. ഒപ്പുവെച്ചതിൽ വ്യക്തത വരുത്താൻ ഉപസമിതി പരിശോധിക്കും. തർക്കം മയപ്പെടുത്തി CPIയും CPMും. കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്ന് MA ബേബി. പൊതിഞ്ഞത് പൊക്കി. ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ കണ്ടെടുത്ത SIT. പിടിച്ചെടുത്തത് 1998-99 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയതിനെ കുറിച്ചുള്ള രേഖകൾ. നടപടി അന്വേഷണ സംഘം പലതവണ ആവശ്യപ്പെട്ടിട്ടും രേഖകൾ കൈമാറാത്ത സാഹചര്യത്തിൽ മുരാരി ബാബുവിന്റെ റിമാൻഡ് നീട്ടി. കരുത്തോടെ ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ ശക്തി ലോകത്തിന് കാട്ടിക്കൊടുത്തു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കശ്മീർ ഇന്ത്യയോട് ചേരുന്നതിനെ എതിർത്തത് നെഹ്റു എന്ന വിമർശനം. സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ ജന്മദിനം ആഘോഷിച്ച് രാജ്യം. ദീർഘകാല പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും അമേരിക്കയും. പോര് തീർക്കാൻ കോർ. KPCCക്ക് പുതിയ കോർ കമ്മിറ്റി. 17-അംഗ കോർ കമ്മിറ്റിയിൽ ദീപാദാസ് മുൻഷി കൺവീനർ. AK ആന്റണിയും ഷാനിമോൾ ഉസ്മാനും ശശി തരൂരും കമ്മിറ്റിയിൽ. തെരഞ്ഞെടുപ്പ് ഏകോപന ചുമതലയും കമ്മിറ്റിക്കും. അമൃതസ്പർശം. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഫിൻലൻഡിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫിൻലൻഡിലെ എസ്പോവിലെത്തിയത് ആയിരക്കണക്കിന് ഭക്തർ. കൊണ്ടും കൊടുത്തും തോറ്റു. ഓസ്ട്രേലിയക്കെതിരായ 2ാം T20യിൽ ഇന്ത്യക്ക് പരാജയം. ഓസീസിന് 4 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഓൾ ഔട്ടായത് 125 റൺസിന്. 8 ബാറ്റ്സ്മാൻമാർ 2 അക്കം കാണാതെ പുറത്ത്. പിടിച്ചു നിന്നത് 68 റൺസെടുത്ത അഭിഷേക് ശർമ്മയും 35 റൺസെടുത്ത ഹർഷത് റാണയും. വാരിക്കോരി വാഗ്ദാനങ്ങൾ. ബീഹാറിൽ NDA പ്രകടന പത്രിക പുറത്തിറക്കി. തൊഴിൽ, സ്ത്രീ ശാക്തീകരണം, ക്ഷേമ പദ്ധതികൾ തുടങ്ങി വമ്പൻ വാഗ്ദാനങ്ങൾ. 1 കോടിയിലധികം സർക്കാർ ജോലികളും തൊഴിലവസരങ്ങളും. 1 കോടി സ്ത്രീകളെ ലഖ്പതി ദീദിമാരാക്കും. മഹാസഖ്യത്തിന്റെ വാഗ്ദാനങ്ങൾ പകർത്തിയ പത്രികയെന്ന RJD. സ്റ്റോറി ഓഫ് ദി ഡേ. നിറയെ കൃഷിയുമായി ഋതുൽ. ധനപ്രതിസന്ധിയിലാണെങ്കിലും സർക്കാർ വാരിക്കോരി നൽകുകയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 4% ക്ഷാമബദ്ധ കൂട്ടിയത് ധനവകുപ്പ് ഉത്തരവായി ഇറക്കിയിട്ടുണ്ട്. വർധനവ് ഈ മാസത്തെ ശമ്പളത്തോടൊപ്പം കിട്ടും. കൂട്ടിയ സാമൂഹ്യക്ഷേമ പെൻഷനും നവംബർ മുതൽ തന്നെ കൊടുത്തു തുടങ്ങും. ഈ മാസം മുടങ്ങിയതും ചേർത്ത് 3600 രൂപയായിട്ടാകും നൽകുക. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 4% ഉയർത്തിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം നവംബർ മാസത്തിൽ ലഭിക്കും. അതേസമയം
ക്ഷാമബത്ത വർദ്ധിപ്പിച്ചതിന്റെ 13% കുടിശ്ശിക തീർപ്പാക്കുന്ന കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ല. നവംബർ മാസത്തിൽ 4% DA വർദ്ധിപ്പിക്കുന്നതോടെ 23,000 രൂപ അടിസ്ഥാന ശമ്പളക്കാരുടെ DA 22%. അതോടെ ജീവനക്കാരുടെ ശമ്പളത്തിൽ DA ഇനത്തിൽ 5,060 രൂപ കൂടി ചേർന്ന് വർധനവുണ്ടാകും. 23,000 രൂപ അടിസ്ഥാന ശമ്പളക്കാർക്ക് 920 രൂപയുടെ വർധനവാണ് അധികമായി ലഭിക്കുക. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബറിൽ 3,600 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കും. വർദ്ധിപ്പിച്ച 2,000 രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ്. അതിനോടൊപ്പം നേരത്തെ ഉണ്ടായ കുടിശ്ശിക 1,600 രൂപ കൂടി നൽകുകയാണ്. വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് 1,042 കോടി രൂപയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് 824 കോടി രൂപയും അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു. കേരളത്തിലെ എല്ലാവർക്കും, അത് UDF, LDF, BJP അനുഭാവികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും കിട്ടുന്ന വലിയൊരു ആനുകൂല്യമാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഈ മാസം തന്നെ കൊടുക്കുന്നത്. ഇവിടെ വെച്ചാണ് പറയുന്നത് 1,600 രൂപ അതും 2,000 രൂപ ഈ പുതിയ പെൻഷനും സാമൂഹ്യക്ഷേമ പെൻഷനും ചേർത്ത് 3,600 രൂപ ആളുകളുടെ കയ്യിലേക്ക് ഈ മാസം എത്തും. സാധാരണ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ എത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ രാപകൽ സമരം തീരുകയാണ്. എന്നാൽ സമരം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇനിയുമുണ്ട്. അത് ലഭിക്കും വരെ ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം തുടരാനാണ് തീരുമാനം. 2025 ഫെബ്രുവരി 10 കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ച രാപ്പകൽ സമരത്തിനാണ് 265 ദിവസങ്ങൾക്ക് ശേഷം സമാപനമാകുന്നത്. നാളെ നടക്കുന്ന സമരപ്രതിജ്ഞാ റാലിയോടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കും. അതേസമയം 21,000 രൂപ ഓണറേറിയം ഉയർത്തുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാതലത്തിൽ സമരം ശക്തമാക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം. ആശാവർക്കർമാരുടെ വിഷയം പഠിക്കാൻ ഈ സമരത്തെ തുടർന്ന് സർക്കാർ തയ്യാറായി. ഓണറേറിയം വർധനവ് പ്രഖ്യാപിക്കേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് CITU അതിലൂടെ അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയും നേട്ടങ്ങൾ ഈ സമരത്തിലൂടെ 265 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിൽ 265 ദിവസമായി ഇവിടെ തുടർന്നു വരുന്ന ഈ സമരരൂപം ഞങ്ങൾ നാളെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ സമരം തുടരുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് നടയിൽ നാളെ നടക്കുന്ന സമരപ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. രാപ്പകൽ സമരത്തിന്റെ വാർഷിക ദിനമായ 2026 ഫെബ്രുവരി 10 ആശാ വർക്കർമാരുടെ മഹാസമ്മേളനം സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഓണറേറിയം വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലേക്കിറങ്ങിയ സ്ത്രീകളുടെ വിജയമാണ് ഇത്. 265 ദിവസമാണ് ഇവർ തെരുവിൽ സമരം ഇടുന്നത്. ക്യാമറാമാൻ രാജേഷ് താവലോടിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശമാർ സമരം അവസാനിപ്പിച്ചിട്ടില്ല. സമരരീതി മാറ്റുക മാത്രമാണ് ചെയ്തതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അറിയിച്ചു. എല്ലാം സർക്കാരിന്റെ കള്ളത്തരമാണെന്നും സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന് തങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അത് തീർത്തും അപര്യാപ്തമാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ. അതിലവർക്ക് യാതൊരു തൃപ്തിയുമില്ല. സമരത്തിൻ്റെ രീതി പലപ്പോഴും സമര സംഘടനകൾ മാറ്റാറുണ്ട്. അവരാലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ, പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും. അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ മാറ്റം ഉണ്ടാകും. സംസ്ഥാനത്ത് പട്ടിണി കിടക്കുന്നവർ ആരുമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് പിണറായി സർക്കാർ. അത് കേട്ട് ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർണ്ണമായോ എന്ന് സംശയം ഉന്നയിച്ചു ചിലർ. കൺഫ്യൂഷൻ വേണ്ട, അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നാണ് സർക്കാർ ഉദ്ദേശിച്ചതെന്ന് വ്യക്തത വരുത്തുകയാണ് മന്ത്രി MP രാജേഷ്. എന്നാൽ ആ കണക്കിലും കള്ളക്കളിയുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അതിദാരിദ്ര്യം മാറിയത് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഫലമായിട്ടാണെന്ന് BJPയും പറയുന്നു. കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയാണ് ആശങ്കയും എതിർപ്പും ചൂണ്ടിക്കാട്ടി സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. 23 പേരാണ് കത്തിൽ ഒപ്പിട്ടിരുന്നത്. കൃത്യമായ കണക്കുകളോ ഡേറ്റയോ പഠന റിപ്പോർട്ടോ ഇല്ലാതെയാണ് പ്രഖ്യാപനവുമായി മുന്നോട്ടു പോകുന്നതെന്നായിരുന്നു ഇവരുടെ ആരോപണം. അതേസമയം വിദഗ്ധരുടെ പരാതികൾക്ക് വിശദീകരണവുമായി മന്ത്രി MP രാജേഷ് രംഗത്തെത്തി. സർക്കാർ ഒരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമല്ലെന്നും കൃത്യമായ മാർഗരേഖയുടെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയതെന്നും മന്ത്രി വിശദീകരിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് സർക്കാരിൻ്റെ അവകാശവാദമെന്നും
ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്നല്ലെന്നും വിദഗ്ധരുടെ ചോദ്യങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണോ എന്ന് സംശയിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഗവൺമെൻറ് ഇത് സംബന്ധിച്ച വിശദമായ ഒരു മാർഗരേഖ പുറത്തിറക്കുകയുണ്ടായി. 19 പേജുള്ള ആ മാർഗരേഖ വായിച്ചിരുന്നെങ്കിൽ ഈ കത്തിലുള്ള ഒരു ചോദ്യം പോലും ചോദിക്കുമായിരുന്നില്ല. ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ഗുണഭോക്താക്കളായി മാറിയിട്ടില്ലാത്തവരാണ് ഈ അതിദരിദ്ര പട്ടികയിൽ വരുന്നത്. സർക്കാർ പ്രധാനമായിട്ടും കണ്ട കാര്യം അതായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് കാണുന്നത്. ഈ ചോദ്യങ്ങളിൽ മുഴുവൻ കാണുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുകയാണ് സർക്കാരെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. കള്ളക്കണക്ക് കൊണ്ടാണ്, സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രഖ്യാപനം. സർക്കാർ അതിൽ നിന്ന് പിന്മാറും. തെറ്റാണത്. കേരളത്തിൽ അതീവ ദരിദ്രരും പരമദരിദ്രരായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ധാരാളമുണ്ട്. അതിദാരിദ്ര്യത്തിൽ നിന്നും ജനങ്ങൾ പുറത്തു വന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ഫലമായാണെന്നും ക്രെഡിറ്റ് മുഖ്യമന്ത്രി എടുത്തുകൊള്ളട്ടെ എന്നുമായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ഇന്ന് ഇന്ത്യയിൽ നോക്കിയാൽ 3 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശിൽ. കേരളത്തിൽ ഒരു 8-10 ലക്ഷം ജനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ എടുത്തോട്ടെ, അതല്ല ഞാൻ പറയേണ്ടത്. അതേസമയം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തിരുവനന്തപുരത്ത് പൂർത്തിയായി കഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം AK ആന്റണിയുടെ പദ്ധതി എന്ന പ്രതിപക്ഷവാദത്തെ പരിഹസിച്ച് മന്ത്രി KN ബാലഗോപാൽ. ഇങ്ങനെയൊരു പദ്ധതി UDF സർക്കാർ നടപ്പാക്കിയിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എന്നാലും അങ്ങനൊരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ അറിയുന്നത് നല്ലതാണ്. അതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. കാരണം ഇതുവരെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. പ്രഖ്യാപനം വരുന്നത് ഇപ്പോൾ 4 വർഷമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം കഴിഞ്ഞ നിയമസഭയിൽ എലക്ട് ചെയ്യപ്പെട്ടിട്ട് ആദ്യത്തെ ക്യാബിനറ്റിൽ, മന്ത്രിമാരായ ആദ്യത്തെ ക്യാബിനറ്റിൽ പോകുമ്പോൾ അന്ന് വെച്ചൊരു അജണ്ടയാണ് അതിദാരിദ്ര്യത്തെ സംബന്ധിച്ച് നമ്മൾ പഠനം നടത്തണം, അത് പരിഹരിക്കാനുള്ള നടപടി വേണം. അപ്പോൾ അത് സംബന്ധിച്ചൊരു സർവേ നടന്നു. സർവേ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘമായ ഒരു സർവേ എടുത്തിട്ടാണ്, 5-6 മാസം എടുത്തിട്ടാണ്, 1 വർഷം വരെ എടുത്തത്. ജില്ലാ തലത്തിൽ അതിൻ്റെ പഠനം നടന്നു. ബഡ്ജറ്റ് വന്നപ്പോൾ അതിനകത്ത് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പഠനം വെച്ചു. അന്ന് ME ഗോവിന്ദൻ മാഷാണ് വകുപ്പിൻ്റെ മന്ത്രി. മുന്നണിയിലെ കെട്ടുറപ്പിനായി PM ശ്രീ പുനഃപരിശോധിക്കും വരെ നടപ്പാക്കില്ല എന്ന് ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനൊരുങ്ങുകയാണ് കേരളം. മരവിപ്പിക്കൽ കത്തിന്റെ കരടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പുവച്ചതിൽ വ്യക്തത വരുത്താൻ ഉപസമിതി പരിശോധിക്കുമെന്നും അറിയുന്നു. എന്തായാലും ഇന്നലെ കണ്ട ചില പരാതി പറച്ചിലുകളോടെ ഇടതുമുന്നണിയിൽ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. തങ്ങളെ ഇനി തമ്മിലടിപ്പിക്കാൻ ആരും നോക്കേണ്ട എന്നാണ് നേതാക്കൾ ഇന്ന് പറഞ്ഞത്. CPIയുടെ ശക്തമായ എതിർപ്പിനൊടുവിലാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചത്. വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിരുന്നു. ഉപസമിതിയുടെ റിപ്പോർട്ട് ലഭിക്കും വരെ പദ്ധതി നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ ധാരണാപത്രം ഒപ്പുവച്ചതിനെപ്പറ്റി മന്ത്രിസഭാ ഉപസമിതി വിശദമായി പരിശോധിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഈ MOUവിൽ വ്യക്തത വരുത്താൻ വേണ്ടി ക്യാബിനറ്റ് ഉപസമിതി നിയോഗിക്കുകയാണ്. ക്യാബിനറ്റ് ഉപസമിതി അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് യാതൊരു അനന്തര നടപടികളും ഉണ്ടാവില്ല. ഞങ്ങളെല്ലാം ഉറ്റ സുഹൃത്തുക്കളാണ്. ഇരിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമന്യേ സൗഹൃദമുണ്ട്. പക്ഷേ CPIയിൽ സഖാക്കളെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ പോലെയാണ്. അതിനിടയ്ക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് പ്രത്യേക സാഹചര്യത്തിൽ ചിലത് വീട് വായിൽ നിന്ന് അതിനാ അർത്ഥമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ അവർക്കും എനിക്കും കഴിയും. PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിച്ചതാണെന്നും കമ്മ്യൂണിസ്റ്റുകാരെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കേണ്ടെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. നമ്മൾ വരാനെ സംബന്ധിച്ചിടത്തോളം ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതി അതിൽ ക്യാബിനറ്റ് തീരുമാനപ്രകാരമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷം കാര്യങ്ങൾ ക്യാബിനറ്റ് തീരുമാനിക്കും. അതേസമയം കരാറിൽ നിന്ന് പിന്മാറാൻ കേരളം കൊടുക്കുന്ന കത്തിന് കടലാസിന്റെ വില മാത്രമേ ഉള്ളൂവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കരാറിൽ നിന്ന് പിന്മാറാനുള്ള നീക്കം കാപഢ്യമാണെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചു. NEP നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് 2023 ജൂൺ മാസം 5-ാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ഇത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ആഗോള സിലബസാണ്.
അമൃത ന്യൂസ്, തിരുവനന്തപുരം. അന്വേഷണ സംഘം പലതവണ ചോദിച്ചു, കൊടുത്തില്ല. എന്തായാലും ശബരിമലയിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയതിന്റെ രേഖകൾ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് SIT. മുരാരി ബാബുവിന്റെ റിമാൻഡ് നീട്ടി ജുഡീഷ്യൽ കസ്റ്റഡിയിലും വിട്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ പഴയ ഫയലുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നുമാണ് വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തിയത്. 420 പേജുകളാണ് ഇതിനുള്ളത്. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് 22 കാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്ത രേഖകളും ലഭിച്ചിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരെ സാക്ഷിയാക്കിക്കൊണ്ട് റെക്കോർഡ് റൂമുകളിൽ നടത്തിയ പരിശോധനയിലാണ് രേഖകൾ ലഭിച്ചത്. 1998-99 കാലയളവിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവും വിവരങ്ങളും അടങ്ങിയ രേഖകളാണ് പിടിച്ചെടുത്തത്. എത്രമാത്രം സ്വർണം കാണാതായിട്ടുണ്ടെന്നുറപ്പിക്കാൻ ഈ രേഖകൾ നിർണായകമാണ്. നിരവധി തവണ പ്രത്യേക അന്വേഷണ സംഘം രേഖകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പഴയതായതിനാൽ എവിടെയാണ് എന്ന് അറിയില്ലായിരുന്നു എന്നായിരുന്നു ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മറുപടി. ഇതോടെയാണ് അന്വേഷണ സംഘം നേരിട്ട് പരിശോധനയ്ക്ക് എത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ പിടിയിലായ മുരാരി ബാബുവിനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായെന്നും ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്നും SIT കോടതിയെ അറിയിച്ചിരുന്നു. നവംബർ 13 വരെയാണ് റിമാൻഡ് കാലാവധി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നെഹ്റുവിന്റെ തെറ്റായ നയങ്ങൾ കശ്മീരിൽ ഭീകരതയ്ക്ക് വഴിവെച്ചു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഏകതാ നഗറിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ നടന്ന പരിപാടിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. രാഷ്ട്രീയ ഏകതാ ദിനത്തിൽ ഗുജറാത്തിലെ നർമ്മദാ നദിക്കരയിലുള്ള ഏകതാ പ്രതിമയിൽ സർദാർ വല്ലഭായ് പട്ടേലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. സർദാർ പട്ടേലിന്റെ ജീവിതത്തെ വിവരിക്കുകയും അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു വീഡിയോ പ്രധാനമന്ത്രി പങ്കുവച്ചു. ഐക്യത്തിന്റെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഏകതാ നഗറിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. റിപ്പബ്ലിക് ദിന മാതൃകയിലുള്ള പരേഡ്, വ്യോമാഭ്യാസ പ്രകടനങ്ങൾ, ഇന്ത്യയുടെ ഐക്യവും വൈവിധ്യവും പ്രതിഫലിക്കുന്ന കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. കേന്ദ്ര സായുധ സേനകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 16 കണ്ടീജന്റുകളും നിശ്ചല ദൃശ്യങ്ങളും പരിപാടിക്ക് മിഴിവേകി. കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക സംഘങ്ങളുടെ പരിപാടികളും പരമ്പരാഗത പരിപാടികളും ഉണ്ടായിരുന്നു. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെ ആഞ്ഞടിച്ചു. കശ്മീർ ഇന്ത്യയോട് ചേരുന്നതിനെ എതിർത്തത് നെഹ്റുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നെഹ്റുവിന്റെ തെറ്റായ നയങ്ങൾ കശ്മീരിൽ ഭീകരതയ്ക്ക് വഴിവെച്ചുവെന്നും മോദി കൂട്ടിച്ചേർത്തു. पूरे कश्मीर का विलय हो, लेकिन नेहरू जी ने उनकी वो इच्छा पूरी नहीं होने दी. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ ഡൽഹിയിൽ പട്ടേൽ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ഡെസ്ക്, അമൃത TV. പ്രതിരോധ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും US-ഉം തമ്മിൽ ദീർഘകാല പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ പ്രതിരോധ കരാർ. ക്വാലാലംപൂരിൽ നടക്കുന്ന ASEAN പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചത്. ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തൽ, പ്രതിരോധ ഉപകരണങ്ങളുടെ സംയുക്ത നിർമ്മാണം, സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നീ കാര്യങ്ങളും കരാറിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഡ്രോണുകളിലും AI അധിഷ്ഠിത യുദ്ധതന്ത്രങ്ങളിലും ഉള്ള സംയുക്ത ഗവേഷണം, വികസനം എന്നിവയും ഉറപ്പുവരുത്തും. ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണം മുമ്പൊരിക്കലും ഇത്രത്തോളം ശക്തമായിരുന്നില്ല എന്ന് പീറ്റ് ഹെഗ്സെത്ത് ട്വീറ്റ് ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. KPCCക്ക് 17-അംഗ പുതിയ കോർ കമ്മിറ്റി നിലവിൽ വന്നു. ദീപാദാസ് മുൻഷി കൺവീനറായ കമ്മിറ്റി ആഴ്ചയിൽ ഒരിക്കൽ യോഗം ചേർന്ന് സംഘടനാ കാര്യങ്ങളിൽ കൂട്ടായ തീരുമാനമെടുക്കണമെന്നാണ് നിർദ്ദേശം. ഒപ്പം കമ്മിറ്റിക്ക് തെരഞ്ഞെടുപ്പ് ഏകോപന ചുമതലയുമുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി അംഗത്തട്ടിലിറങ്ങുന്ന കോൺഗ്രസിന് ഇനി സംഘടനാ കാര്യങ്ങളിൽ കൂട്ടായ തീരുമാനമെടുക്കാൻ 17-അംഗ കോർ കമ്മിറ്റി. KPCC പുനഃസംഘടനയ്ക്ക് ശേഷം രാഷ്ട്രീയകാര്യ സമിതി ഉൾപ്പെടെ ഭാരവാഹികൾ ഇരട്ടിച്ചതോടെ തീരുമാനങ്ങൾ എടുക്കുക ദുഷ്കരമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലും
ഒരു കോർ കമ്മിറ്റി വേണമെന്ന ആവശ്യം നേതാക്കൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദീപദാസ് മുൻഷി കൺവീനറായ 17-അംഗ കോർ കമ്മിറ്റി രൂപീകരിച്ച് AICCയുടെ തീരുമാനം വന്നത്. മുതിർന്ന നേതാവ് AK ആന്റണിയും ശശി തരൂരും ഷാനിമോൾ ഉസ്മാനും കോർ കമ്മിറ്റിയിലുണ്ട്. KPCC അധ്യക്ഷനും മുൻ അധ്യക്ഷന്മാരും പ്രതിപക്ഷ നേതാവും UDF കൺവീനറും ഉൾപ്പെട്ട കോർ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നടത്തും. KPCC ഭാരവാഹി യോഗവും രാഷ്ട്രീയകാര്യ സമിതിയും ചേരുമെങ്കിലും അതിനു മുകളിൽ എന്ന രീതിയിലാണ് ഇപ്പോൾ കോർ കമ്മിറ്റി വരുന്നത്. സ്ഥാനാർത്ഥി നിർണയം, പ്രചാരണ തന്ത്രങ്ങൾ, പ്രചാരണ ചുമതലകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോർ കമ്മിറ്റി കേന്ദ്രീകരിച്ചാകും ചർച്ചകൾ നടക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഫിൻലൻഡിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഊഷ്മള വരവേൽപ്പ്. 2 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ ആയിരക്കണക്കിന് പേരാണ് അമ്മയെ കാണാൻ ഫിൻലൻഡ് നഗരമായ എസ്പോവിലെത്തിയത്. കാത്തിരുന്ന അവിസ്മരണീയ മുഹൂർത്തം. ആ നിമിഷത്തിൽ സ്നേഹവായ്പോടെ തങ്ങളുടെ ദേശീയ പതാക ഹൃദയത്തിന്റെ ആകൃതിയിൽ മുറിച്ച് അതുയർത്തിയായിരുന്നു ഫിൻലൻഡുകാർ അമ്മയെ സ്വാഗതം ചെയ്തത്. സ്നേഹം നിറഞ്ഞ പ്രണാമം ഏറ്റുവാങ്ങി അമ്മയും. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഫിൻലൻഡിലെ എസ്പോ നഗരത്തിൽ അമ്മയെത്തിയത്. ഫിന്നിഷ് പാർലമെന്റ് അംഗം വില്ലെ മെരിനൻ, ഫിൻലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി ഹേമന്തേഷ് കോട്ടൽവാർ, എസ്പോ സിറ്റി ബോർഡ് ചെയർപേഴ്സൺ മെർവി കട്ടേനൻ, ഫിൻലൻഡ് ഇന്ത്യ സൊസൈറ്റി ചെയർപേഴ്സൺ ഷെഫാലി അറോറ തുടങ്ങിയവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. ലോകസമാധാനത്തിനും ഭൂമിയുടെ സംരക്ഷണത്തിനും അമ്മ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഫിൻലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി ഹേമന്തേഷ് കോട്ടൽവാർ അഭിപ്രായപ്പെട്ടു. This is a very important initiative that she's been working for last so many decades, and of course she has a big vision of uniting the world, one planet, one world. And I think this is what I also see in Finland, when everybody says that we need to protect the planet. And I think there is so much of resonance between her message of connecting the people and the Finnish way of connecting with the planet, with the nature. And thank you so much, Amma, for connecting your vision with the Finnish society. Thank you so much. ഫിൻലൻഡിലെ മക്കളുടെ സ്നേഹാദരം ഏറ്റുവാങ്ങിയ അമ്മ ഫ്രാൻസിലേക്ക് യാത്ര തിരിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇന്നലെ ഇന്ത്യൻ വനിതകൾ പൊരുതി നേടി. പക്ഷേ ഇന്ന് പുരുഷന്മാർക്ക് കാലിടറി. T20 പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയെ 4 വിക്കറ്റിന് കീഴടക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയ. ഇന്ത്യ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസ് 13.2 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ത്യയുടെ 8 ബാറ്റ്സ്മാൻമാരാണ് 2 അക്കം കാണാതെ പുറത്തായത്. പിടിച്ചു നിന്നത് 68 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയും 35 റൺസ് എടുത്ത ഹർഷത് റാണയും മാത്രമാണ്. മിച്ചൽ മാഷിന്റെയും ട്രാവിസ് ഹെഡിന്റെയും മികച്ച തുടക്കമാണ് ഓസീസിന് വിജയം സമ്മാനിച്ചത്. പിന്നീട് തുടരെ വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യ തിരിച്ചടിച്ചുവെങ്കിലും വൈകിപ്പോയിരുന്നു. ഇതോടെ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഓസീസ് മുന്നിലെത്തി. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു.
കലൂർ സ്റ്റേഡിയം കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയെന്നാരോപിച്ച് ആന്റോ അഗസ്റ്റിനും GCDA ചെയർമാൻ ചന്ദ്രൻ പിള്ളയ്ക്കുമെതിരെ പോലീസിൽ പരാതി. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പൊതുസ്ഥലം കയ്യേറി പൊതുസ്വത്ത് അനധികൃതമായി നീക്കം ചെയ്തു, അനധികൃത നിർമ്മാണ പ്രവർത്തനം നടത്തി തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത പ്രതികൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. അനധികൃതമായാണ് സ്റ്റേഡിയം കൈമാറിയതെന്നും പരാതിയിൽ പറയുന്നു. സ്റ്റേഡിയത്തിലെ സീറ്റും ലൈറ്റും അനധികൃതമായി നീക്കം ചെയ്തു, പൊതുസ്ഥലം കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഒളിമ്പിക്സ് ഹോക്കി മെഡൽ നേടിയ ആദ്യ മലയാളി താരം മാനുവൽ ഫെഡറിക് അന്തരിച്ചു. ബംഗളൂരുവിലെ ഹെബ്രാൽ ആസ്റ്റർ CMI ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോളണ്ടിനെ തോൽപ്പിച്ച് വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിന്റെ ഗോളിയായിരുന്നു. 1978 അർജന്റീന ബ്യൂണസ് എയേഴ്സിൽ നടന്ന ലോകകപ്പിലാണ് അദ്ദേഹം ഇന്ത്യൻ ഗോൾ വലയം കാത്തത്. കായികരംഗത്തെ സംഭാവനകൾക്ക് രാജ്യം 2019 ധ്യാൻചന്ദ് അവാർഡ് നൽകി ആദരിച്ചിരുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വാഗ്ദാനങ്ങളുമായി NDA പ്രകടന പത്രിക. തൊഴിൽ, സ്ത്രീ ശാക്തീകരണം, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത്. അതേസമയം പ്രകടന പത്രികയല്ല, പ്രവർത്തന റിപ്പോർട്ടായിരുന്നു പുറത്തിറക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. 1 കോടി പേർക്ക് സർക്കാർ ജോലികൾ നൽകുമെന്നാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. കൂടാതെ നിരവധി തൊഴിൽ അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നൈപുണ്യാധിഷ്ഠിത തൊഴിൽ നൽകുന്നതിനായി സ്കിൽസ് സെൻസസ് നടപ്പാക്കും. എല്ലാ ജില്ലകളിലും മെഗാ സ്കിൽ സെന്ററുകൾ സ്ഥാപിക്കും. സ്ത്രീകൾക്ക് 2 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകും. 1 കോടി ലക്ഷം സ്ത്രീകളെ ലഖ്പതി ദീദിമാരാക്കും. അതിപിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിവിധ തൊഴിൽ ഗ്രൂപ്പുകൾക്ക് 10 ലക്ഷം രൂപ നൽകും. 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കയ്യിലെടുക്കാനുള്ള വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉള്ളത്. 125 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യം, 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ, കർഷകർക്ക് വർഷം 3000 രൂപ നൽകുന്ന കർപ്പൂരി ഠാക്കൂർ കിസാൻ സമ്മാൻ നിധി എന്നിവയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ. 3600 കിലോമീറ്റർ റെയിൽവേ ട്രാക്ക് നവീകരണം, പുതിയ എക്സ്പ്രസ് വേകൾ, 4 നഗരങ്ങളിൽ കൂടി മെട്രോ റെയിൽ, 4 പുതിയ രാജ്യാന്തര വിമാനത്താവളങ്ങൾ എന്നിവ അടിസ്ഥാന സൗകര്യ മേഖലയിലെ NDAയുടെ വാഗ്ദാനങ്ങളാണ്. സീതാദേവിയുടെ ജന്മസ്ഥലത്ത് ആധ്യാത്മിക നഗരം സ്ഥാപിക്കുമെന്നും NDA ഉറപ്പു നൽകുന്നു. മഹാസഖ്യത്തിന്റെ വാഗ്ദാനങ്ങൾ പകർത്തുകയാണ് NDA ചെയ്തതെന്ന് RJD കുറ്റപ്പെടുത്തി. പ്രകടന പത്രികയ്ക്ക് പകരം പ്രവർത്തന റിപ്പോർട്ടായിരുന്നു NDA പുറത്തിറക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കൊച്ചി അമൃത ആശുപത്രിയിൽ ചൈൽഡ് ന്യൂറോളജി അവയർനെസ് ദിനം ആചരിച്ചു. കുട്ടികളിൽ കാണപ്പെടുന്ന ന്യൂറോളജിക്കൽ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക, രോഗികളും രക്ഷിതാക്കളും നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനയൻ KP സ്വാഗത പ്രസംഗം നടത്തി. കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റ് സെക്രട്ടറി ഡോക്ടർ സുരേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വൈശാഖ് ആനന്ദ് മസ്തിഷ്ക രോഗം എങ്ങനെ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന രോഗികളും അവരുടെ കുടുംബങ്ങളും അനുഭവങ്ങൾ പങ്കുവച്ചു. ഡോക്ടർ അസ്മി ഹബീബ് നന്ദി പ്രകാശനം നടത്തി. സ്കൂൾ വിദ്യാർത്ഥികളുടെ സയൻസ് ഫെസ്റ്റ് ആരോഹൺ അമൃത വിശ്വവിദ്യാപീഠം ബാംഗ്ലൂർ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഫെസ്റ്റിൽ അമൃത ബാംഗ്ലൂരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30 സ്കൂളുകളിൽ നിന്നായി 2500ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. പ്രയോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് സ്ഥാപകൻ ഡോക്ടർ HS നാഗരാജ ആരോഹിന്റെ 12ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തു. അമൃത വിശ്വവിദ്യാപീഠം ബാംഗ്ലൂർ ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ P മനോജ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ബാംഗ്ലൂർ അമൃത സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ EA ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ സംസാരിച്ചു. വിവിധ പ്രോജക്റ്റുകളുടെ പ്രദർശനവും ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ജഗദ്ഗുരു സ്വാമി ഈശയുടെ 71ാം ജന്മദിനം തിരുവനന്തപുരത്ത് ആഘോഷിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ജന്മദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് വിപുലമായ പരിപാടികളോടെയായിരുന്നു സ്വാമി ഈശയുടെ ജന്മദിനം ആഘോഷിച്ചത്. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
വിദ്യാഭ്യാസത്തിലൂടെ അകത്തെ അറിവും പുറത്തെ അറിവും സമന്വയിപ്പിക്കണമെന്ന് സ്വാമി ഈശ ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു. ഈ കലഹമില്ലാത്ത ഒരു കുടുംബം, അഹിതാവസ്ഥയില്ലാത്ത ഒരു സമൂഹം, യുദ്ധമില്ലാത്ത ഒരു ലോകം നമുക്കുണ്ടാകണം എങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. പഠിക്കുമ്പോൾ പുറത്തെ വസ്തുവും പുറത്തെ അറിവും അകത്തെ അറിവും രണ്ടല്ല. ഏത് വിഷയം അതും ഭാഷയാകട്ടെ, സയൻസ് ആകട്ടെ, മാത്സ് ആകട്ടെ, ഹിസ്റ്ററി ആകട്ടെ, ഏത് വിഷയം പഠിപ്പിക്കുമ്പോഴും ഇത് രണ്ട് ചേർത്ത് പഠിപ്പിക്കണം. പുറത്തെ ഒന്ന് പഠിക്കുമ്പോൾ അകത്തെ ഒന്നിനെ പഠിപ്പിക്കണം. പുറത്തെ കെമിസ്ട്രി പഠിക്കുമ്പോൾ അകത്തെ കെമിസ്ട്രി പഠിപ്പിക്കണം. ഇത് രണ്ടും രണ്ടല്ലാതെ ഒന്നായി പഠിപ്പിക്കുവാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ ക്രമം. ഡോക്ടർ M.R. തമ്പാൻ രചിച്ച പുസ്തകവും ഗവർണർ പ്രകാശനം ചെയ്തു. M.R. തമ്പാന് സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരവും നൽകി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ G. ശങ്കർ, കടകംപള്ളി സുരേന്ദ്രൻ MLA, ഈശോ വിശ്വവിദ്യാലയം പ്രിൻസിപ്പൽ മുരളീധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോവിഡ് മുക്തരിൽ പ്രമേഹം വർദ്ധിക്കുന്നു എന്ന് പഠനം. 2 വർഷത്തിനകം 28% ആളുകളിലാണ് പ്രമേഹം കണ്ടെത്തിയത്. ആലപ്പുഴ പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബു സുകുമാരന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പഠനത്തിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ. കോവിഡ് വൈറസുകൾ പാൻക്രിയാസിന്റെ ബീറ്റ കോശങ്ങളെ ഇല്ലാതാക്കുന്നതായും ഇതോടെ ഇൻസുലിൻ ഉൽപാദനം കുറഞ്ഞ് പ്രമേഹം പിടിപെടുന്നതുമായാണ് മൂവർ സംഘത്തിന്റെ കണ്ടെത്തൽ. പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബു സുകുമാറിനൊപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ചിന്ത സുജാത, ഡൽഹി സഫ്ദർജംഗ് ആശുപത്രിയിലെ കോവിഡ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഖാലിദ് ഖാദർ എന്നിവർ ചേർന്ന് നടത്തിയ പഠനത്തിലായിരുന്നു ഈ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ. നമുക്ക് ഇതുവരെ ഷുഗർ ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നവർക്ക് പുതിയതായി കോവിഡിന് ശേഷം കോവിഡ് വന്ന ആൾക്കാരിൽ 16% പേർക്ക് ഷുഗർ കണ്ടെത്തി. ഇതിൽ കോവിഡ് വരാത്ത ആൾക്കാരിൽ 4% പേർക്ക് മാത്രമേ ഷുഗർ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡിന് ശേഷം ഇവർക്കുണ്ടാകുന്ന മാറ്റം എന്ന് വെച്ചാൽ അതിന് ശേഷം ഉണ്ടാകുന്ന ബോഡിയുടെ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഈ ബീറ്റ സെൽസ്, അത് പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ തനിയെ നശിച്ചു പോകുന്നു. അത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം 2 റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു റിസപ്റ്റർ ഉണ്ട് ഈ പാൻക്രിയാസിൽ. ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ ഇത് തനിയെ നശിച്ചു പോകും. അങ്ങനെ ഈ റിസപ്റ്ററിന് സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഈ കോശങ്ങൾ തനിയെ നശിച്ചു പോവാണ്. അങ്ങനെ പാൻക്രിയാസിന്റെ ബീറ്റ കോശങ്ങൾ നശിച്ചിട്ടാണ് നമുക്കിപ്പോൾ ഷുഗർ പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. പാൻക്രിയാസിനെ കൂടാതെ മറ്റ് അവയവങ്ങളിലെ കോശങ്ങളെയും കോവിഡ് വൈറസുകൾ ഇല്ലാതാക്കുന്നതായും ഇവർ നടത്തിയ പഠനത്തിൽ പറയുന്നു. രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന തകരാർ, ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നതായും പഠനത്തിലുണ്ട്. കോവിഡ് വ്യാപനത്തിന് ശേഷം ജനങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയ സാഹചര്യത്തിലായിരുന്നു പ്രമേഹം സംബന്ധിച്ചുള്ള പഠനത്തിലേക്ക് ഡോക്ടർ ഷിബു നീങ്ങുന്നത്. തകഴിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിലായിരുന്നു കോവിഡ് രോഗമുക്തരായ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഈ പഠനം. പ്രമേഹമില്ലാതിരുന്ന പലരിലും കോവിഡിന് ശേഷം പ്രമേഹം പിടിപെടുന്നതായി കണ്ടെത്തിയതോടെ ഈ പഠനം ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനു കൂടി കൂടുതൽ ദിശാബോധം നൽകുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.